അപ്പോൾ ഗൈസ് ഇന്ന് രാവിലെ എണീറ്റിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എണീറ്റത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിനായിട്ട് നമ്മൾ നേരെ കൊച്ചിയിലോട്ട് വിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വലിയൊരു ബിസി ഷെഡ്യൂൾ തന്നെയാണ്. കാരണം രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് തന്നെ നമ്മൾ നേരെ തിരിച്ചു വരണം. കാരണം വേറൊന്നുമല്ല, ഇവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം പിത്തൂനെ കൊണ്ട് അങ്ങ് വരെ പോകുന്ന ഒരു സീനാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു വിറ്റുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ എണ്ണീറ്റിട്ട് പല്ലൊക്കെ തേച്ച് ഇനി ഫേസ് വാഷൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. കാരണം ഫേസൊക്കെ നല്ല ഗ്ലോയി സ്കിന്നായിട്ടൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ എന്തായാലും. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലൂർ സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ഒരു ലോഞ്ച് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ഗോകുലം പാർക്ക് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോഞ്ചിനായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ നല്ല ഭയങ്കര എക്സൈറ്റഡ്. മിക്കവാറും കേരളത്തിലുള്ള ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനെയൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അതിന് പോകാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിക്കോളുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയം വഴിയാണ് പോയത്. കോട്ടയം വഴി എറണാകുളത്തേക്ക് പോയതാണ്. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും നമുക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു. അവിടെ എല്ലാം ഓടിത്തിരഞ്ഞ് നോക്കി ഒരു ഹോട്ടൽ കിട്ടാൻ. പക്ഷെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഗോകുലം പാർക്കിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിനടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി വേറെ ഫുഡ് കഴിച്ചു. അതാണ് ശരിക്കും ഉണ്ടായത്. നമ്മൾ അതിൻ്റെ അകത്തും കയറി കഴിച്ചില്ല, പുറത്ത് പോയി കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ പരിപാടി നടക്കുന്നിടത്ത് വന്ന്. അപ്പോൾ ആ സമയമായപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ ചെന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെന്ന് കഴിച്ചു. അപ്പോൾ പിന്നെ പിത്തുവാണെങ്കിൽ ഇതൊക്കെ കുടിച്ചിട്ട് എന്താ സാധനം, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അറിയാവുന്ന ആൾക്കാരെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ആങ്കറിങ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം രഞ്ജിനി ചേച്ചിയായിരുന്നു. അപ്പോൾ രഞ്ജിനി ചേച്ചിയായിരുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കാളിദാസ് ജയറാം ഉണ്ടായിരുന്നു, ബേബി നയൻതാര, പിന്നെ നമ്മുടെ ഗോകുലം ഗോപാൽ സാറാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആളായിട്ട് നിൽക്കുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് നമ്മുടെ ഗോകുലം ഗോപാലിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ജസ്ന ജംഷീദ് എന്ന് പറയുന്ന ഈ 2 പേരാണ് കേട്ടോ. അവർ കപ്പിൾസാണ്, അവർ കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ. അപ്പോൾ അവരുടെയൊക്കെ സ്പീച്ചും പിന്നെ ബാക്കി നമ്മുടെ ലോഗോയുടെ ലോഞ്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ വെബ്സൈറ്റിൻ്റെ, അതായത് നമ്മുടെ അല്ലൂർ സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റും അവിടെ വെച്ച് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭാഗമാകാൻ പറ്റിയത് വലിയൊരു കാര്യമായിരുന്നു. കാരണം നമ്മളെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടായിരുന്നു. പിന്നെ ഇവരെയൊക്കെ അടുത്ത് കാണുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. നമുക്ക് കാണാൻ അങ്ങനെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റില്ല, അത് തന്നെ വലിയ കാര്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആക്ടറായിട്ടുള്ള ഷറഫുദ്ദീൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയും കുറേ നല്ല സ്പീച്ചൊക്കെ നടത്തി. നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും ക്രിയേറ്റേഴ്സിനും പിന്നെ അവിടെ വന്നവർക്കെല്ലാം അതിൻ്റെ ഹാമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സാണ്. അത് ഞാൻ ഏതായാലും ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഫുള്ള് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ പ്രോഡക്റ്റും നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ അതെല്ലാം പോയി നമ്മളൊന്ന് നോക്കി, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ കുറേ നേരം നമ്മൾ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെറിയൊരു സ്നാക്സും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് പിരിയാണ് ശരിക്കും ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും ഒക്കെ കൂടിയായിട്ട് ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ അത് മെയിനായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.